ഈ വീഡിയോയിൽ കുറച്ച് ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. കാരണം അമേരിക്കയിൽ നിന്ന് ട്രേഡ് നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീം ഇന്ത്യക്കുള്ളിൽ എത്തിയിട്ടുണ്ട്. ബ്രണ്ടൻ ലിഞ്ച് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ടീമാണ് എത്തിയിരിക്കുന്നത്. ഇവരൊരു 4 പേരടങ്ങുന്ന ഒരു സംഘം. അവരാണ് ഇന്ത്യക്കുള്ളിൽ പീയൂഷ് ഗോയലിൻ്റെ ഓഫീസിലെത്തി ചർച്ചകൾ മുന്നോട്ട് പുരോഗമിക്കുന്നത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചറിവ്, ഇങ്ങനെ ഇന്ത്യയുമായിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ ഒരു ട്രേഡ് ഡീല് നമുക്ക് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്? കാരണം അമേരിക്കയുടെ ഉള്ളിൽ കുറേ ആൾക്കാർ ഇരുന്ന് ഇന്ത്യക്കെതിരെ തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരേ ഒരു വ്യക്തിക്കെതിരെ മാത്രമാണ് ഇന്ത്യ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസ് കൊടുത്തത്. അത് പീറ്റർ നെവറയ്ക്ക് മാത്രമാണ്. അയാളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ പലപ്പോഴും അതിര് കടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുത്തത്. അതും തന്നെ അയാളുടെ ലാംഗ്വേജിലല്ല നമ്മൾ കൊടുത്തത്. നമ്മൾ വളരെ മാന്യമായിട്ട് തന്നെ ഡിപ്ലോമാറ്റിക് ചാനൽ ത്രൂ ആണ് നമ്മൾ റെസ്പോൺസ് കൊടുത്തത്. ബാക്കി ഒരു കാര്യത്തിനും അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കോ അമേരിക്കയുടെ വിടുവായ്ത്തരങ്ങൾക്കോ ഇന്ത്യ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ബിഹേവിയർ ചെയ്തിട്ടില്ല. വളരെ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മൂവ്സ് മാത്രമാണ് നടത്തിയത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്നത്, അതായത് അമേരിക്കയെ ഇന്ത്യയുടെ വരുതിക്ക് വരുത്തിയത് SCO സമ്മിറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതിലാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. അതിന് ഏത് രീതിയിൽ മാധ്യമപ്രവർത്തകർ മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം അത് തന്നെയാണ്. SCO സമ്മിറ്റിലേക്ക് നമ്മൾ മുന്നോട്ടെടുത്ത് വെച്ച ആ ഒരു സ്റ്റെപ്പ് അത് തന്നെയാണ് അമേരിക്കയെ മുട്ടുകുത്തിപ്പിച്ചത് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും. അത് തന്നെയാണ് അതിൻ്റെ ഫാക്റ്റ്. അതായത് ഓഗസ്റ്റ് 26 നമുക്ക് രണ്ടാമത്തെ, അതായത് ഇപ്പനിറ്റീവ് താരിഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പെനാൽറ്റി ഇന്ത്യക്ക് മേൽ ചുമത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എടുത്ത 2-3 സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകളിൽ ഒന്ന് മാത്രമാണ് SCO സമ്മിറ്റ്. അതിലുപരിയായിട്ട് ഇന്ത്യ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്തിനും ഇതേപോലെയുള്ള ഒരു ഡൊമസ്റ്റിക് പവർഫുൾ മാർക്കറ്റ് ഇല്ല, ഇന്ത്യക്ക് അതുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ റബ്ബൂസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രോത്ത് തന്നെയാണ് അവരെ ഭീതിപ്പെടുത്തുന്നത്. ഇതെങ്ങനെ ഇന്ത്യക്ക് ഇങ്ങനെ സാധിക്കുന്നു, ഇങ്ങനെ തുടരെ ഗ്രോത്ത് രേഖപ്പെടുത്താൻ എന്നുള്ളതാണ്. കാരണം ആ രീതിയിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്. ഇപ്പോൾ അമേരിക്കയുടെ താരിഫ് മേടിച്ചുകൊണ്ട് നമുക്ക് എക്കോണമിയിൽ വീക്ക്നെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക വീണ്ടും നമ്മൾ തലയ്ക്ക് മുകളിൽ കയറി നിരങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതിനിവിടെ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ താരിഫ് ഇട്ടതും ഇടാതിരിക്കുന്നതും ഒരുപോലെ നമ്മൾ ഡീൽ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കരാറുകളും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നത്. ആ സമയത്താണ് അമേരിക്ക ഇതേപോലെ ഒരു ബ്രേക്ക് എടുത്ത് ആ സമയത്താണ് അമേരിക്ക ഇങ്ങനെ ഒരു 25% പ്യൂണിറ്റീവ് താരിഫ് എന്ന് പറഞ്ഞുള്ള താരിഫുമായിട്ട് മുന്നോട്ട് വരുന്നത്. അവിടുത്തെ ഏറ്റവും വലിയൊരു ഇന്ത്യൻ ഡയസ്പറയുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സാധനങ്ങളാണ്. അപ്പോൾ അവർ പോകുന്ന ഇന്ത്യൻ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വലിയ രീതിയിലുള്ള ഷോർട്ടേജ്, ഇന്ത്യൻ പ്രോഡക്റ്റുകളുടെ ഷോർട്ടേജ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ മേളിൽ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ജനങ്ങൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ ഫെഡറൽ ഗവർണർ കോടതിയിൽ കേസ് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു തീരുമാനം ഇപ്പോൾ ആയിട്ടില്ല. മറ്റൊരു സൈഡിലാണെങ്കിൽ ഒരു സൈഡിൽ ചൈന അവരുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് വരികയാണ്. ഓൾമോസ്റ്റ് ചൈന അവരുടെ റീച്ചിങ് പോയിന്റിൽ തന്നെ എത്തിയിട്ടുണ്ട് ഈ സെമി കണ്ടക്ടർ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്സായിട്ടുള്ള പ്രൊഡക്ഷൻ ഇന്ത്യക്കുള്ളിൽ സെമി കണ്ടക്ടർ മേഖലയിൽ നടത്തേണ്ടതുണ്ട്. അമേരിക്കയിൽ സാധ്യമല്ല. അമേരിക്കയിലെ അമേരിക്കക്കാരൻ തന്നെ പോയി കമ്പനി ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം അത്രമാത്രം എക്സ്പെൻസീവ് ആണ്, ലേബർ കോസ്റ്റ് ഒക്കെ വളരെ ഹൈ ആണ്. ആ സാഹചര്യത്തിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ഏക സ്ഥലം ഇന്ത്യയാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യുക, ആഗോളതലത്തിൽ തന്നെ വ്യാപാരം ചെയ്ത് വലിയ മിടുക്കരാവുക, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം അത്രയും ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ നമുക്ക് പവർഫുൾ ആണ്. ഇനിയിപ്പോൾ അഗ്രികൾച്ചർ അല്ല, ഒന്നിൻ്റെയും പേരിലും അമേരിക്ക ഇന്ത്യയെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ വന്നിപ്പോൾ കാലുകുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബ്രണ്ടൻ ലെഞ്ചിൻ്റെ ടീമാണ് ഇപ്പം ഇന്ത്യക്കുള്ളിൽ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ബ്രണ്ടൻ ലെഞ്ച് ഇപ്പോൾ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ബ്രണ്ടൻ ലെഞ്ചിന് ഈ ഒരു താരിഫ് ഇഷ്യൂ സ്മൂത്തായിട്ട് വളരെ ക്വിക്കായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ കഴിയുമോ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം പഴയതുപോലെ സ്മൂത്തായിട്ട് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുന്നത് ഓൾമോസ്റ്റ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഡീല് ഒരു എൻഡ് ഫ്രെയിമിൽ നിൽക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഒരു ട്രേഡ് ഡീൽ രൂപപ്പെടുമെന്നാണ് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കറിയത്തില്ല. അമേരിക്കയാണ്, ട്രംപാണ് രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ ലണ്ടനിലാണ്. ലണ്ടനിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ പരാതിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് വിഷസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ. അതുപോലെ തന്നെ റഷ്യ-ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ടീവായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് ഒരു നന്ദിയും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഇതേപോലെ തന്നെ ഒരു ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്ഥിതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക റിയാക്റ്റീവ് ഡിപ്ലോമസി, അത് നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ചെയ്തില്ല. നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം 1, 2, 3 എന്ന് പറഞ്ഞ് ചെയ്യുകയാണ് ചെയ്തത്. അതിലാണ് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായത്. അതായത് ഇന്ത്യയെ പോലത്തെ ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമസി കളിക്കാൻ മറ്റുള്ളവർക്ക് അത്ര കെൽപ്പില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഏത് കോയിൻ എവിടെ നീക്കണം, ഏത് സമയത്ത് നീക്കണം എന്നുള്ളത്. അത് അമേരിക്കയല്ല, ഇനി യൂറോപ്യൻ യൂണിയൻ അല്ല, ആർക്കും തന്നെ ഇപ്പം ഈ നിലവിൽ ഇന്ത്യൻ ഡിപ്ലോമസിയെ പോലത്തെ ഒരു പവർഫുൾ ഡിപ്ലോമാറ്റിക് പോളിസികൾ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന മാർക്കോ റൂബിയോ ഉൾപ്പെടെ സ്റ്റീവ് വിട്കോഫ് ഉൾപ്പെടെ എല്ലാവരും തന്നെ എബോവ് 40 years ആൾക്കാരാണ്.
അവരുടെ എല്ലാം പ്രായം 40 വയസ്സിന് മുകളിലാണ്. ഈ ട്രംപ് ആണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതിലെ ഏറ്റവും വയസ്സായ ഒരു പ്രസിഡന്റായിട്ട് മാറിയിരിക്കുകയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ജോൺ ബോൾട്ടൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിക്കി ഹാലി ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷന് എക്സ്പീരിയൻസ് പോരാ, ദേ ആർ ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളുമായിട്ടും ഡീൽ ചെയ്യുന്നതിന് ഓരോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. അതായത് കഴിഞ്ഞ 25 വർഷത്തെ ആ ഒരു ബന്ധം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലുള്ള നടപടികളാണ് കഴിഞ്ഞ 1.5 മാസം കൊണ്ട് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ കുറ്റപ്പെടുത്തിയത്. ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുള്ള മറ്റുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ ട്രംപ് പറയുന്നത് കേട്ട് ഇങ്ങനെ തലകുലുക്കിയിരിക്കുകയാണ്. ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു ഹിൻഡോ ഒന്നും തന്നെ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ്. ദേ ആർ ഓൾ യൂസ്ലെസ് ഫെലോസ്. ഒരു യുദ്ധം പോലും സംസാരിച്ച് വൃത്തിയായിട്ട് അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇതാണ് വാസ്തവം. യൂറോപ്പ് സാങ്ഷനിൽ നിന്ന് വഴുതി മാറുകയാണ്. സാങ്ഷൻസ് മീൻസ് 19ാമത്തെ സാങ്ഷൻസ് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കണം എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ UK കുറേ കമ്പനികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 19th ലെവൽ സെക്കൻഡറി സാങ്ഷൻ എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് റഷ്യയുടെ മേളിൽ. ആ സാഹചര്യത്തിൽ അപ്പം അങ്ങനെ UK ഇങ്ങനെ ലിസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ചില കമ്പനികൾ അതിനകത്തുണ്ട്. ഒബ്വിയസ്ലി നയാറയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ ഇപ്പോൾ UK പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴാണ് നിലവിൽ ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് ഇതിൽ നല്ല രീതിയിൽ വ്യാപാരം പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UKക്കും ഇപ്പോൾ ഇന്ത്യയുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. കാരണം അവിടുത്തെ ഒരു ഫിനാൻഷ്യൽ ലെവൽ അനുസരിച്ച് ഇന്ത്യയുടെ പ്രോഡക്റ്റുകൾ അവിടെ എത്തേണ്ടത് UKയുടെയും കൂടി ആവശ്യമാണ്. അതും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതും ഫ്രീ ട്രേഡിൽ എത്തുമ്പോഴത്തേക്കും ടാക്സ് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വിലക്കുറവിൽ അവിടെ കിട്ടുകയാണ്. ഇത് UKക്കും കൂടി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കീർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ കമ്പനികളെ റഷ്യയുടെ മേളിൽ ഇടാനിരിക്കുന്ന സെക്കൻഡറി സാങ്ഷൻസിന്റെ ലിസ്റ്റിൽ നിന്നും ഇന്ത്യൻ കമ്പനികളെ മാറ്റി നിർത്തണം എന്നാണ് കീർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാളും വലിയൊരു റിക്വസ്റ്റുമായിട്ടാണ് ഉർസുല വാൻ ഡർ ലൈൻ ട്രംപിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് UKയിലുണ്ട്, വേണമെങ്കിൽ പോയി കാണാം, കണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2028 വരെയെങ്കിലും റഷ്യയുമായിട്ടുള്ള ഒരു ഓയിൽ യൂസേജ് യൂറോപ്പിന് തടയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് 2027 കഴിഞ്ഞ മാസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2028 വരെ അവർക്ക് റഷ്യയുടെ ഓയിലിന്റെ ആവശ്യമുണ്ട്. റഷ്യൻ എനർജി സപ്ലൈ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ സർവൈവൽ തന്നെ വലിയ ചോദ്യചിഹ്നമാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒന്നുകൂടെ പോസിബിളി ഒന്ന് തീർക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷേ സാങ്ഷൻസ് ഇടുക എന്നുള്ളത് കുറച്ച് നീട്ടി വെക്കണം. 2028 വരെയെങ്കിലും ഒന്ന് നീട്ടി വെക്കണം. ആ ഒരു 2-2.5 വർഷം കൊണ്ട് നമുക്ക് എനർജി മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു സസ്റ്റൈനബിലിറ്റി യൂറോപ്പിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇതാണ് ഇപ്പം നിലവിൽ യൂറോപ്പ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മനസ്സിലായല്ലോ യൂറോപ്പിന് എന്തുകൊണ്ടാണ് റഷ്യയ്ക്ക് മേളിൽ ഉപരോധം കൊണ്ടുവരാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് റഷ്യൻ ഓയിൽ നിരോധിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. കാതലായ പ്രശ്നം കിടക്കുന്നത് യൂറോപ്പിൽ തന്നെയാണ്. ഇതുകൊണ്ടൊരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴെങ്കിലും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് പോളണ്ടിന്റെ ഉള്ളിലേക്ക് വീണ്ടും 2 ഡ്രോണുകൾ കൂടി വന്നു എന്നാണ് പോളണ്ടിന്റെ ക്ലെയിം. ഇപ്പൊ ഇതിൽ വേറൊരു വിഷയം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പോളണ്ടിന്റെ ഉള്ളിൽ ഇതിനു മുമ്പ് 9 ഡ്രോൺ വന്നു എന്ന് പറഞ്ഞ കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ബെലാറസിന്റെ മേളിൽ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ പോളണ്ട് ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അടിക്കട്ടെ, ഇച്ചിരി കഴിഞ്ഞിട്ട് അടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളൊക്കെ കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഫ്രാൻസിന്റെ റഫേൽ ഫൈറ്റർ ജെറ്റ് അവിടെ ഉണ്ട്. ഫൈറ്റർ ജെറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഡ്രോണിനെ തന്നെ അവർ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ബെലാറസുമായിട്ടുള്ള ഒരു ബോർഡർ, ആ ബോർഡർ ഇവർ ട്രെഞ്ചൊക്കെ ഇങ്ങനെ കുഴിച്ചെടുത്ത ഇത്രയും നാൾക്ക് മുമ്പ് ബെലാറസുമായിട്ട് അവർക്ക് വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ ബോർഡറൊക്കെ വളരെ നോർമലായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ബെലാറസ് കുറച്ച് റഷ്യയുടെ സൈഡിലേക്ക് ഒരു ചായ്വ് കാണിച്ചതോടുകൂടി ഇപ്പം ഇങ്ങനെ ഡ്രോൺ ബെലാറസ് ത്രൂ ആണ് പോളണ്ടിലേക്ക് റീച്ച് ചെയ്തത് എന്നുള്ള ആ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പോളണ്ട് ഈ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബെലാറസിന്റെ ബോർഡറിൽ ട്രെഞ്ച് കുഴിച്ചുകൊണ്ട് ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നത്, ഒരു ബോർഡർ ഉണ്ടാക്കുന്നത്. ബെലാറസിൽ നിന്ന് ഇനി ആരും ഇങ്ങോട്ട് വരാൻ കഴിയില്ല, ഇവിടെ നിന്ന് ഇനി ആരും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അവിടെയും ഇവിടെയും ഉള്ള ആൾക്കാരൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ രാജ്യം വിടണം എന്നുള്ള നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് പോളണ്ടിന്റെ ലീഡർ നവറോസ്കി ശക്തമായ നടപടികൾ യൂറോപ്യൻ യൂണിയൻ ഒരുമിച്ച് നിന്ന് ഉക്രൈനോടൊപ്പം നിന്നിട്ട് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ യൂണിയനെയും ഒരുപോലെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാം, റഷ്യക്കെതിരെ നടപടികൾ എടുക്കാമെന്ന് നീങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. എന്താണ് ഇൻഫർമേഷൻ? പോളണ്ടിന്റെ ഡിഫൻസ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് സാർ, നമുക്കിങ്ങനെ 2 ഡ്രോൺ വന്നല്ലോ, നമുക്ക് 9 ഡ്രോൺ വന്നല്ലോ. ഈ 9 ഡ്രോണിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ F-35 അതുപോലെ F-16 ഈ 2 ഫൈറ്റർ ജെറ്റുകളാണ് ഉപയോഗിച്ചത്. ഡ്രോൺ ഒരു ലെവലിൽ പറക്കുന്നുണ്ട്, ഡ്രോണിന്റെയും മുകളിൽ നിന്നുകൊണ്ടാണ് ഈ ഫൈറ്റർ ജെറ്റിൽ നിന്നും ഇന്റർസെപ്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിസൈലുകൾ താഴോട്ട് വിടുന്ന സമയത്തേക്ക് അത് പലതും മിസ്സായി പോളണ്ടിന്റെ ഉള്ളിലുള്ള പല ബിൽഡിങ്ങുകളുടെ മേളിലും വന്ന് അത് പതിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ഇന്റർസെപ്റ്റേഴ്സ്? എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് സംഭവം. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച വന്ന 9 ഡ്രോണും ഇന്നലെ വന്ന 2 ഡ്രോണും എല്ലാ ഡ്രോണുകളും തന്നെ പോളണ്ട് നിർവീര്യമാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് തൊടുത്തുവിട്ട ആ മിസൈലുകളുണ്ടല്ലോ, ഇന്റർസെപ്റ്റേഴ്സ്, അത് പല ബിൽഡിങ്ങുകളുടെ മേളിൽ വന്ന് പതിച്ച് അവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു വാർത്ത ഇപ്പോൾ പോളണ്ടിന്റെ ഉള്ളിൽ പബ്ലിഷായി. ഇത് പബ്ലിഷായ ഉടനെ നവറോസ്കി ഇപ്പോൾ ഭയങ്കര ഡെസ്പാണ്.
ഡെസ്പ് എന്ന് പറഞ്ഞാൽ അതായത് റഷ്യക്കെതിരെ ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ കെട്ടിമെനഞ്ഞ് കൊണ്ടുവരുമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഡ്രോൺ അറ്റാക്ക് മൂലമാണ് പോളണ്ടിന്റെ ഉള്ളിൽ ഗവൺമെന്റ് ബിൽഡിങ്ങുകൾ വരെ ആക്രമിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഒരു പച്ചയായ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നത്. അവിടെ നിന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പോളണ്ട് പിന്മാറേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് പോളണ്ടും ബെലറസും യൂറോപ്പും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം. ഇതിന്റെ ഇടയ്ക്ക് സെലൻസ്കി ഇന്നലെ ഫോക്സ് ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ആ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നത്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ പോളണ്ട് ആയിക്കോട്ടെ, അവരൊന്നും ഞങ്ങളെപ്പോലെ എഫിഷ്യൻ്റ് അല്ല. ആര്? സെലൻസ്കിയുടെ രാജ്യമായിട്ടുള്ള ഉക്രൈൻ, അതായത് അവരാരും ഉക്രൈനെ പോലെ എഫിഷ്യൻ്റ് അല്ല. നിങ്ങൾ നോക്കൂ, റഷ്യ 900-1000 ഡ്രോൺ അയച്ചാലും ഞങ്ങൾ 700, 800, 90% ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വി ആർ ബെറ്റർ ദൻ പോളണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഡിഫൻസ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പകരം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഞാനുണ്ട്. ആര്? ഉക്രൈനിലെ സെലൻസ്കി ഉണ്ട്. നിങ്ങൾ ഉക്രൈനെ ബിൽഡ് ചെയ്യൂ, ഉക്രൈന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് സഹകരണങ്ങൾ കൊടുക്കൂ, ഉക്രൈനിലേക്കുള്ള ഫണ്ട് കൊടുക്കൂ, ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കൊടുക്കൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ റഷ്യയെ നേരിടാൻ കഴിയുമെന്നാണ് സെലൻസ്കി പറഞ്ഞു വെക്കുന്നത്. അതായത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവിടെ ഗോൾ അടിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ 500 മില്യൺ അത് അമേരിക്കയ്ക്ക് കൊടുത്ത് 500 മില്യൻ്റെ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ പൈസ ഓൾറെഡി അമേരിക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, എവിടെ യുദ്ധം നടന്നാലും സമാധാനം പുലർന്നാലും പുലർന്നില്ലെങ്കിലും അമേരിക്ക ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ലാഭം കൊയ്യുന്നത് എപ്പോഴും അമേരിക്ക തന്നെയാണ്. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതിനിടയ്ക്ക് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, UNSCയുടെ സബ്മിറ്റ് വരാനിരിക്കുകയല്ലേ സെപ്റ്റംബറിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ സെലൻസ്കിയെ ഞാൻ സൈഡ് ലൈനിൽ മീറ്റ് ചെയ്യും, അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഡീൽ സൈൻ ചെയ്യുന്ന ഒരു ഡീൽ റെഡിയാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് എപ്പോഴും ഡീൽ തന്നെയാണ്. ഇപ്പോഴും റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രംപ് നിൽക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല, എനിക്ക് ഡീൽ നടക്കണമെന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ലാസ്റ്റ് വീക്ക് സ്കോട്ട് ബെസന്റ് അവിടെ പോയിട്ട് അവിടുത്തെ ജിയോഗ്രഫിക്കൽ സ്റ്റഡിയൊക്കെ എല്ലാം മോണിറ്റർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ റെയർ എർത്ത് എലമെന്റ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് സ്കോട്ട് ബെസന്റ്. റോബർട്ട് ഫെക്കോ, സ്ലോവാക്യയുടെ ലീഡറാണ് റോബർട്ട് ഫെക്കോ. ഈ റോബർട്ട് ഫെക്കോ SCO സബ്മിറ്റ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. SCO സബ്മിറ്റിൽ പങ്കെടുത്ത് പുടിനെ കണ്ട് സംസാരിച്ച്, അത് കഴിഞ്ഞിട്ട് നേരെ ഉക്രൈനിൽ ചെന്ന് സെലൻസ്കിയെ കണ്ട് സംസാരിച്ച്, ട്രംപ് വരെ ഒരു നിമിഷം പകച്ചുപോയി. ഈ പകയനെങ്ങാണ്ടും പോയിട്ട് ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിച്ച് കളയുവോ, ഇവൻ സെലൻസ്കിയുടെ അടുത്തും പുടിൻ്റെ അടുത്ത് എന്താണ് സംസാരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു എത്തുംപിടിയില്ലാതിരിക്കുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ആ ഒരു ചർച്ചയ്ക്ക് ശേഷം പിന്നീട് റോബർട്ട് ഫെക്കോയുടെ സൈഡിൽ നിന്നും ഒരു രീതിയിലുള്ള റെസ്പോൺസോ തീരുമാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇതൊരു നനഞ്ഞ പടക്കമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ അങ്ങനെ റോബർട്ട് ഫെക്കോ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇപ്പം യൂറോപ്യൻ യൂണിയൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇയാളെ ഒറ്റപ്പെടുത്താണ്. അതായത് റോബർട്ട് ഫെക്കോ ചെയ്തത് ശരിയല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ചൈനയിൽ പോയി SCO മീറ്റിൽ പങ്കെടുത്തത്, ഇതിനുള്ള ഉത്തരവും എക്സ്പ്ലനേഷൻ ഇപ്പോൾ റോബർട്ട് ഫെക്കോ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ലോവാക്യയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പോളണ്ടിനും ബെലറസിനും ഇടയിൽ ആ ഒരു ബോർഡർ ഇഷ്യൂ ഉണ്ടല്ലോ, ആ ബോർഡർ ഇഷ്യൂവിൻ്റെ തർക്കം തീർക്കാൻ വേണ്ടിയിട്ട് ചൈന ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ബെലറസിന് വേണ്ടിയിട്ടാണ് പോയി ഇടപെട്ടത്. അതായത് ഈ ബോർഡർ ഇങ്ങനെ നിങ്ങൾ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നത് ശരിയല്ല, ഇത്രയും നാളും ഇത് വളരെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബോർഡർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഒരു തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചൈന അവിടെ എത്തിയത്. ചൈനയുടെ വാങ് യിയാണ് പോളണ്ടുമായിട്ട് ഒരു ചർച്ചയിൽ ഇടപെട്ടത്. പക്ഷേ 2 ഫോറിൻ രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ചർച്ച നടത്തിയിട്ട് ഒരു പത്രസമ്മേളനം കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ചർച്ച പ്രൊഡക്റ്റീവ് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത്ര പ്രയോജനകരമായിരുന്നില്ല. 2 രാജ്യങ്ങൾക്കും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഭിന്നതകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ തുടർന്നാണ് 2 രാജ്യങ്ങളും, ചൈനയും വാർത്താ സമ്മേളനം കൊടുത്തിട്ടില്ല, പോളണ്ടും കൊടുത്തിട്ടില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ടെക് ഇൻഡസ്ട്രിയിലെ ന്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനി 80% ടിക്ടോക്കിന്റെ ഷെയർ പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ റെഡിയായി, ഓൾമോസ്റ്റ് ഡീൽ ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടിക്ടോക്കും സമ്മതിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 80% ഷെയർ ഒറാക്കിളിന്റെ ഒരു പാർട്ട്ണർ കമ്പനിയുണ്ട്. ഈ 2 കമ്പനികളും കൂടി ചേർന്നിട്ട് 80% ഷെയർ ടിക്ടോക്കിൽ സ്വന്തമാക്കുകയാണ്. ടിക്ടോക്കിന് പേരിന് വേണ്ടി മാത്രമായിട്ട് ഒരു 20% ഷെയർ ആണ് ഇപ്പം നിലനിർത്താൻ പോകുന്നത്. അത് മാത്രമായിരിക്കും ചൈനയുടെ ഒരു കോൺട്രിബ്യൂഷൻ. ചൈന പൂർണ്ണമായിട്ടും ടിക്ടോക്കിൽ നിന്നും മാറുകയും അമേരിക്ക ടിക്ടോക്കിന്റെ ഓണർഷിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ടിക്ടോക്കിന്റെ കമ്പനിയിലേക്കുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒറാക്കിൾ 80% ഷെയർ സ്വന്തമാക്കിക്കൊണ്ട് ആ കമ്പനിയുടെ ഓണർഷിപ്പിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്പ് തന്നെ റഷ്യൻ ഓയിലിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേളിൽ വന്നിട്ട് നിങ്ങൾ റഷ്യൻ ഓയിൽ മേടിക്കേണ്ട എന്ന് പറയുന്നതിനോട് യാതൊരു ലോജിക്കും ഇല്ല എന്നാണ് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റഷ്യൻ ഓയിൽ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ വീണ്ടും അഗ്രികൾച്ചർ മേഖലയെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് ആദ്യം പറഞ്ഞു, പിന്നെ റഷ്യൻ ഓയിൽ പറഞ്ഞു, പിന്നെ അഗ്രികൾച്ചർ പറഞ്ഞു. അവർക്ക് തന്നെ സ്ഥായിയായിട്ടുള്ള നിലപാടില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യക്ക് മേളിൽ താരിഫ് ചുമത്തിയത് എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കാണിച്ച് കൂട്ടി ഇച്ചിരി താരിഫ് പിരിച്ചെടുക്കുക, അതാണ് അവരുടെ ഉദ്ദേശം. അത് അമേരിക്കൻ ജനങ്ങളാണ് താരിഫ് കൊടുക്കേണ്ടത്. അത് ഒരാൾ വീട്ടിന് ഇത്ര രൂപ വെച്ചിട്ട് വീട്ടുകാരൻ അടയ്ക്കുന്ന പോലെ അടച്ചാൽ മതിയായിരുന്നു. എന്തിന് താരിഫ്? ട്രംപിന് തന്നെ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു. മൈ ഡിയർ അമേരിക്കൻസ്, ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, എല്ലാവരും മാസം $250 വെച്ചിട്ട് ട്രഷറിയിൽ കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾ കൊണ്ട് അടച്ചേനെ. അത് തന്നെയാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
100 രൂപയ്ക്ക് സാധനം മേടിച്ചു, $100 മേടിച്ചുകൊണ്ടല്ല ഇപ്പോൾ $130 മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. $150 മേടിച്ചുകൊണ്ടെന്നല്ല ഇപ്പോൾ $200 പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അമേരിക്കയുടെ ഉള്ളിലുള്ള അവസ്ഥ. അപ്പോൾ ഈ ഒരു പിരിവ് നടത്തണം എന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് ഒരു ബക്കറ്റ് പിരിവ് നടത്തിക്കൂടായിരുന്നോ? ഇനിയിപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ കാര്യം കൂടെ നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈ അറബ് ലീഗ് സബ്മിറ്റ് നടന്നല്ലോ, വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് ഇവർ ഫ്ലൈറ്റുകളൊക്കെ എടുത്തുകൊണ്ട് പോയി ദോഹയിൽ പോയിട്ട് അറബ് ലീഗ് സബ്മിറ്റ് നടത്തി. ഈ അറബ് ലീഗ് സബ്മിറ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും തൂത്തുപറക്കി മൂലയിൽ ഒതുക്കി അങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അമേരിക്ക. മാർക്കോ റൂബിയോ ഇന്നലെ ഖത്തറിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന് ഗാസയ്ക്കുള്ളിൽ ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. തയ്യബ് എർദോഗനൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ഭീഷണികളൊക്കെ മുഴക്കിക്കൊണ്ട് പോയത്. തയ്യബ് എർദോഗനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തുർക്കി ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുക. 1997 തന്നെ മെസ്യൂത്ത് എന്ന് പറഞ്ഞ അവിടുത്തെ അന്നത്തെ പ്രസിഡന്റ് ജെറുസലേം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ജൂവിഷ് സിറ്റിയാണ്, അതൊരിക്കലും നമ്മളുടെ സിറ്റി അല്ല എന്നാണ് പറഞ്ഞു വെച്ചത്. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താങ്കളുടെ ചരിത്ര പുസ്തകം എടുത്ത് താങ്കൾ തന്നെ നോക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നും താങ്കൾ ഇതിനെ എതിർത്തിരുന്നു, ഇന്നും താങ്കൾ അതിനെ എതിർക്കുന്നു. ഇനി കൂടുതൽ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് തുർക്കി ആയിരിക്കുമെന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എവരിഡേ നെതന്യാഹു ബോൾഡ് സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തിറക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്കറിയത്തില്ല. പക്ഷേ മാസ് മറുപടികളാണ് നെതന്യാഹുവിന്റെ സൈഡിൽ നിന്നും അറബ് രാജ്യങ്ങൾക്കെതിരെ പോകുന്നത്. UAE ശക്തമായിട്ട് തന്നെ ഇസ്രായേലിനോടൊപ്പം എന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ അറ്റാക്ക് നടത്തുക, മിസൈൽ വിടുക, ഈ പരിപാടികളൊന്നും പറ്റത്തില്ല, അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം ഖത്തർ റിറ്റാലിയേഷന് വേണ്ടിയിട്ട് UAEയുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടിക്കുള്ള മാർഗമുണ്ടോ എന്ന് നോക്കണം, നമ്മുടെ സൊവറനിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കണം എന്ന്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മീഡിയേഷൻ UAE നടത്തിയിട്ടുണ്ടായിരുന്നു അറബ് സമ്മിറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പം തന്നെ ഒരു ചാൻസ് ഉണ്ടോ എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ സാധ്യതയുണ്ടോ എന്നാണ് അന്വേഷിച്ചിരുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ അപ്പം തന്നെ അത് ഡിനൈ ചെയ്തു. അപ്പോൾ ഇപ്പം തികച്ചും UAE ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന്റെ മേളിൽ ഒരു ആക്രമണം സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും ചെയ്യേണ്ട, മിണ്ടാതിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ കംപ്ലീറ്റ് സെക്യൂരിറ്റി എല്ലാം തന്നെ ഇസ്രായേലിന്റെ കീഴിലാണ് പോകുന്നത്. അവിടെ പോയിട്ടാണ് ഇവരുടെ റിറ്റാലിയേഷൻ. ഒന്നും നടക്കത്തില്ല. ഇവരൊരു കാര്യം മനസ്സിലാക്കണം, മിഡിൽ ഈസ്റ്റ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഏത് രാജ്യത്ത് എന്ത് മീറ്റിംഗ് നടക്കുന്നു, ഏത് തരത്തിലുള്ള സീക്രട്ട് മിഷൻസ് അവർ നടപ്പിലാക്കുന്നു, ഏത് തരത്തിലുള്ള തീവ്രവാദ സംഘടനകളാണ്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർ ആ വർക്ക് വളരെ പക്കായിട്ട് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഖത്തറുമായിട്ട് അമേരിക്ക ഒരു സെക്യൂരിറ്റി ഡിഫൻസ് ഡീല് സൈൻ ചെയ്യാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അറബ് ലീഗ് സമ്മിറ്റ് നടത്തിയിട്ട് 2 ദിവസമേ ഉള്ളൂ. അമേരിക്കയും ഇസ്രായേലിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ, വെസ്റ്റേൺ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വയം പര്യാപ്തതയിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് തയ്യബ് എർദോഗൻ. ഇനിയിപ്പം തയ്യബ് എർദോഗൻ ഇങ്ങനെ അറബ് നാറ്റോ എന്നൊക്കെ ഇറാഖ് പറഞ്ഞല്ലോ. അറബ് നാറ്റോ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് തയ്യബ് എർദോഗൻ വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിന് പുറമെ തയ്യബ് എർദോഗനെ കൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുമോ? തയ്യബ് എർദോഗൻ നാറ്റോയുടെ അംഗമാണ്. ഈ തയ്യബ് എർദോഗനെ അറബ് നാറ്റോയിൽ പോയി ചേരാൻ വേണ്ടിയിട്ട് നാറ്റോ രാജ്യങ്ങൾ സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അങ്ങ് ബ്ലണ്ടറായിട്ട് അങ്ങ് പറഞ്ഞു പോവുക. അങ്ങനെയാണ് പല ബ്ലണ്ട് ഡയലോഗുകളും തയ്യബ് എർദോഗൻ പറഞ്ഞിട്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ തയ്യബ് എർദോഗൻ ചെയ്യുന്നതിൽ കുറച്ച് ബ്രില്യൻസ് ഉണ്ട്. കാരണം ഖത്തറെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും തയ്യബ് എർദോഗൻ ബ്രില്യൻ്റ് ആണ്. കാരണം ഖത്തർ പല രീതിയിലുള്ള ഫണ്ടിങ് സിസ്റ്റമാണ് അവർ ഇട്ട് കളിക്കുന്നത്. അത് പ്രത്യേകിച്ച് തീവ്രവാദത്തിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഫണ്ടിങ് സിസ്റ്റമാണ് ഖത്തർ നടത്തുന്നത്. അൽ ജസീറ ചാനലൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ ആ സ്ഥിതി വെച്ച് നോക്കുമ്പോഴത്തേക്ക് തയ്യബ് എർദോഗൻ അവരുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ബ്രദർഹുഡിന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ പുറത്തെറിയുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പ്രത്യക്ഷത്തിൽ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കും. ഇപ്പം ഈ മീഡിയേഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഖത്തർ എന്തുകൊണ്ടാണ് സമ്മതിച്ചിട്ട് മീഡിയേഷൻ ചെയ്യാന്ന് പറഞ്ഞത്? കാരണം ഖത്തറിന് എന്തെങ്കിലുമൊക്കെ അനുകൂലമായിട്ട് ഹമാസിന് ചെയ്തു കൊടുക്കാനുണ്ടാവും. പക്ഷേ മീഡിയേഷന്റെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മറ്റുള്ള രാജ്യങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഖത്തറാണ് ഭയങ്കരമായിട്ട് അതിൽ മുന്നോട്ട് വരുന്നത്. പക്ഷേ ഖത്തർ അതിനകത്ത് ജസ്റ്റിഫൈ ചെയ്യണമായിരുന്നു, ജസ്റ്റിഫൈ ചെയ്തില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അമേരിക്കൻ കോളേജുകളിലൊക്കെ ഖത്തർ ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിലുള്ള പല മുസ്ലിം സ്റ്റുഡൻസിനെയൊക്കെ വിസ റിവോക്ക് ചെയ്യുന്നതിൽ ഖത്തറിന്റെ പങ്ക് ചെറുതല്ല. ഖത്തർ ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും നടത്തുന്ന ഇതേപോലത്തെ ഫണ്ടിങ് സിസ്റ്റത്തിലൂടെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതിനെതിരെയാണ് ട്രംപ് അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് പിടിച്ചിട്ട് പുറത്തോട്ട് അയക്കുന്നത്. അപ്പോൾ വീണ്ടും അമേരിക്ക ഖത്തർ ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ ഈ ലീഗിൽ ഒപ്പിട്ടതില്ലേ, അതൊക്കെ മറന്നിട്ട് അവരവരുടെ കാര്യം നോക്കും. തയ്യബ് എർദോഗൻ ഇനി ഒരു സൈഡിൽ അനങ്ങാനൊന്നും പറ്റത്തില്ല. ഇസ്രായേൽ കൃത്യമായിട്ടുള്ള വാണിംഗാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ 2 എക്സ്ട്രാ കോറിഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗാസയിലുള്ള ജനങ്ങൾ പുറത്തു പോകണം. ഇതാണ് ഇപ്പോൾ പുതിയ അനൗൺസ്മെന്റ്. കാരണം 17-ാം തീയതി സെപ്റ്റംബർ 17 മുതൽ ഈ വരുന്ന വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസം കൊണ്ട് 17-ാം തീയതി മുതൽ 19-ാം തീയതിക്കുള്ളിൽ ഗാസയ്ക്കുള്ളിൽ നിന്നുള്ള കംപ്ലീറ്റ് ജനങ്ങളും എവാക്യുവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇസ്രായേൽ കൊടുത്തിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിനകത്ത് പോയി താമസിക്കണം. അതിന് 2 കോറിഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എവാക്യുവേഷൻ അവിടെ ഉള്ളിൽ നടക്കുന്നത്. തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ശരിക്കും നോർത്തേൺ ഗാസ ഭാഗത്ത് കംപ്ലീറ്റ് ഫുള്ളി ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് വരികയാണ്, തുടച്ച് നീക്കുകയാണ്.
ആ രീതിയിലുള്ള അറ്റാക്കാണ് നടക്കുന്നത്. ഇസ്രായേലിൻ്റെ ഗ്രൗണ്ട് ഫോഴ്സ് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഉള്ളിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 19-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ മാരകമായ ആക്രമണങ്ങൾ സംഭവിക്കും. ഇസ്രായേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും മാറിപ്പോവാൻ സമ്മതിക്കാതെ, കൂട്ടാക്കാതെ ഈ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പം തന്നെ ഓൾറെഡി 60,000 മുതൽ 70,000 കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇനിയിപ്പം 19-ാം തീയതിക്ക് ശേഷം നടത്താൻ പോകുന്ന ആക്രമണം കൂടി കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 100,000 കവിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഈ ജനങ്ങൾ ഇറങ്ങി പോയില്ല എന്നുണ്ടെങ്കിൽ. ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് UK അതുപോലെ ട്രംപ് UK ഇപ്പോൾ ഉർസുല വാൻ ഡർ ലൈൻ UK പോവാണ് അവിടെ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. യൂറോപ്പിന് കുറച്ച് ടൈം ലൈൻ വേണം ഈ റഷ്യയുടെ മേളിൽ സാങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട്. അതാണ് അവരുടെ പ്രശ്നം. ഇത് തന്നെയാണ് യൂറോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാങ്ഷൻ ഇടാൻ പറ്റില്ല എന്നുള്ളത്. അത് കുറച്ച് അമിക്കബിളി സംസാരിച്ച് റെഡിയാക്കാം. അമേരിക്കയുമായിട്ട് ഒരു പോര് വേണ്ട, അതൊരു മാന്യമായ രീതിയിൽ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കാമെന്നാണ് ഉർസുല വാൻ ഡർ ലൈൻ വിചാരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രസിഡന്റുമായിട്ട് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പുള്ളിയാണെങ്കിൽ തലവേദന എടുത്ത അവസ്ഥയിലാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇടയിൽ നിനക്ക് ഗാസയിൽ ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്, പിന്നെ നീ അത് അവിടെ അടിച്ച് ക്ലിയർ ആക്ക്, എന്നിട്ട് നമ്മുടെ റിവേറ പ്ലാനൊക്കെ അവിടെ നടത്തിയാൽ പോരെ. ഞാൻ കുറച്ച് ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ചു, അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്തെല്ലാം നാണക്കേട് സഹിക്കണം. നീ ഇതിപ്പോൾ ഖത്തറിനെ കയറി അടിച്ച്, ഞാനിപ്പോൾ ഒരു വിധത്തിൽ ഖത്തറുമായിട്ട് സെറ്റിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഖത്തർ എന്ന ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് പോലും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ രീതിയിൽ അമേരിക്കയുടെ ഉള്ളിൽ പ്രഷറുണ്ട്. എല്ലാം തന്നെ ഡീകോഡ് ചെയ്ത് നോക്കുകയാണ്, ചകഞ്ഞ് നോക്കുകയാണ്. ആ പ്രീമിയം ക്ലാസ് എയർക്രാഫ്റ്റ് പോലും എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്തായാലും നീ ഖത്തറിനെ അടിച്ച് ആ പ്രശ്നം ഞാനിപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പിന്നെ എന്തിനാണ് ഇപ്പോൾ നീ തുർക്കിക്കെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്? നെതന്യാഹു കുറച്ച് സമാധാനത്തിലിരിക്കുക, നീ ഗാസയ്ക്കുള്ളിലെ കാര്യങ്ങളൊക്കെ നോക്കൂ, ഇവിടെ ഫുൾ ഫ്രീഡം തന്നിരിക്കുകയല്ലേ എന്നാണ് ഇപ്പം ട്രംപ് പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗാസ ഏകദേശം ഒരു തീരുമാനത്തിലായിട്ടുണ്ട്. അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരുവിധമുള്ള എല്ലാ ജിയോ പൊളിറ്റിക്കൽ മേഖലയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.